ആ അടിച്ചു വരണം നടക്കുന്നേ ഉള്ള. ചായ വേണോ? ചായ വേണ്ട. എന്ത് വേണം പിന്നെ? ഞാനാടി ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടും മുട്ടക്കറി. മുട്ടക്കറി പപ്പടം കൂടെ വെക്കും. അതെന്ത് കോമ്പിനേഷൻ? പുട്ടിന്റെ കൂടെ പപ്പടവും കൂടെ ഇങ്ങനെ അല്ലെങ്കിൽ വിചാരം ചേരാത്തതൊക്കെയാണല്ലോ ഇഷ്ടം. എന്ത് ചെയ്യാം, ബന്ധുക്കളെല്ലാം കൂടെ കെട്ടി വെച്ചാൽ ചേർത്തല്ലേ പറ്റൂ. ഞാൻ ഓർത്ത് എന്തേ അത് വരാത്തേന്ന്. കറക്റ്റ് പറഞ്ഞു കേട്ടാ, കറക്റ്റ് ജഡ്ജ്മെന്റ്. പുതിയ മറ്റേ ഹോസ്പിറ്റലിൽ പുതിയ സ്ഥലത്തോട്ടൊക്കെ ബിൽഡിങ്ങിലോട്ടൊക്കെ മാറ്റിയപ്പോ ഹ്യൂമർ സെൻസ് ഒക്കെ കൂടി. ചില നൂല് പൊട്ടിച്ചോളെ പുതിയ ഷർട്ടാ. എങ്ങനെയുണ്ട് പുതിയ ഹോസ്പിറ്റല്? പുതിയ ഹോസ്പിറ്റൽ നല്ല രസമുണ്ട്. നീ വന്ന് കണ്ടല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, പഴയ ആ ഇരുട്ടുമുറി ആ കെട്ടിടത്തിൽ നിന്ന് ആണല്ലേ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു. എന്തോരം കഷ്ടപ്പെട്ടിട്ടെന്നറിയാമോ ഈ കെട്ടിടം ഞാൻ കണ്ടെത്തിയത്. സത്യം. എന്നിട്ട് സർക്കാരിലേക്ക് എഴുതി സർക്കാരിന്റെ അപ്രൂവൽ വാങ്ങിച്ച് ഇത് ഫർണിഷ് ചെയ്യാൻ ഞാൻ പെട്ടപ്പാട്. ഫർണിഷ് ചെയ്യുന്നതിന് മുമ്പ് നീ കാണണമായിരുന്നു കേട്ടാ, മൊത്തം വൃത്തിയായിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, നല്ല വെട്ടവും വെളിച്ചമുണ്ട്. പോസിറ്റീവ് എനർജി ആണ്. നമ്മളൊരു വീട് വെച്ചാൽ ഇങ്ങനെ ഇരുട്ടി മുറി അങ്ങനെ ആവരുത്, നല്ല വെട്ടവും വെളിച്ചം. അപ്പോഴേ ഒരു അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ വർക്ക് ചെയ്യാനൊരു സുഖം ഉണ്ടാവത്തുള്ളൂ അല്ലേ? അതെ, വായു സഞ്ചാരം ഉണ്ടെങ്കിലേ നമ്മള് ക്രോസ് വെന്റിലേഷൻ എന്ന് പറയും. കാറ്റ് ഇത് വഴിയെ കയറി അപ്പുറത്തോടെ ഒന്നുമില്ല. വലിയ കാര്യങ്ങളൊന്നും എൻ്റെ മോള് ചിന്തിക്കണ്ട. മറ്റേ ഹോസ്പിറ്റലാണെങ്കിൽ പുറത്ത് സ്ഥലമൊന്നുമില്ലായിരുന്നു. നമുക്ക് ഈ വരുന്ന മൃഗങ്ങളെ ഒന്നും ഈ ഹോസ്പിറ്റലിനകത്ത് കയറ്റി ചികിത്സിപ്പിക്കാൻ എപ്പോഴും പറ്റാറില്ല. വലിയതൊക്കെ വരുമ്പോഴേ സ്ഥലമുണ്ട്. സ്വസ്ഥമായിട്ട്. പുതിയ അറ്റൻഡർ എങ്ങനെയുണ്ട്? അയാളുടെ പേരെന്തായിരുന്നു? അയാളുടെ പേര് ദിവാകരൻ. എങ്ങനെയുണ്ട് ആള്? ദിവാകരൻ കാഴ്ചയിൽ കുഴപ്പമൊന്നുമില്ല, ഉത്സാഹമൊക്കെ തോന്നുന്നുണ്ട്. ഇനിയിപ്പം പരിചയപ്പെട്ടല്ലേ ഉള്ളൂ, ട്രാൻസ്ഫർ ആയി വന്നിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. നിനക്കെന്ന് തോന്നി? ഒന്ന് കണ്ടതല്ലേ ഉള്ളു. ഒരു 2-3 ദിവസം അടുപ്പിച്ച് കണ്ടിരുന്നെങ്കിൽ അയാളുടെ സ്വഭാവം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ആണുങ്ങളുടെ സ്വഭാവം പറയുന്നതിനേക്കാളും പെണ്ണുങ്ങളുടെ സ്വഭാവം പറയാനാ നീ മിടുക്കി. അതാവുമ്പോ ഒറ്റ നടത്തി പറയുമല്ലോ. എങ്ങനെ അടിയാ കഴിവ് കിട്ടിയ പണ്ടേ ഉണ്ടായിരുന്നു. ദൈവം തന്നേക്കുന്നതാണല്ലേ. ചേട്ടനോട് എനിക്ക് പിടിച്ചേക്കണ്ടേ. കല്യാണത്തിന് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കല്യാണം കഴിഞ്ഞിട്ടാണ് എങ്ങനെയായത്? കല്യാണം കഴിഞ്ഞിട്ടാ. ആണല്ലേ. ചേട്ടന്റെ സ്വഭാവം ഞാൻ കല്യാണം കഴിഞ്ഞിട്ടല്ലേ മനസ്സിലാക്കി. എന്റെ സ്വഭാവത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ ആയതെന്നല്ലേ? അല്ലാതെ ജനിക്കുമ്പോഴേ നിനക്ക് ഈ പ്രശ്നമില്ല, നസ് ഇല്ല. ഈ അനുരാധക്ക് എന്താ ട്രാൻസ്ഫർ ഒന്നും ആവാത്തെ? ഈ അനുരാധക്ക് എന്താ ട്രാൻസ്ഫർ ഒന്നും ആവാത്തെ? ഇപ്പൊ ഈ ദിവാകരൻ ചേട്ടൻ വേറെ സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ആയി വന്നതല്ലേ, അതുപോലെ ഈ അനുരാധ എന്താ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോവാത്തേന്ന്? അനുരാധ എന്തിനു ട്രാൻസ്ഫർ ആയിട്ട് പോണം? അവരിവിടെ ജോലി ചെയ്തോട്ടെ, അതിനെന്താ? അല്ല, അവരിവിടുന്ന് പോയാൽ വേറെ ഏതെങ്കിലും നല്ല ആണുങ്ങൾക്കോ വേറെ ഏതെങ്കിലും ഇച്ചിരി പ്രായമായ പെണ്ണുങ്ങൾക്കൊക്കെ വരാമല്ലോ. പ്രായമായ പെണ്ണുങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാൻ? ആര് വന്നാലും, പ്രായം ഉള്ളത് വന്നാലും പ്രായം ഇല്ലാത്ത വന്നാലും ആണ് വന്നാലും പെണ്ണ് വന്നാലും ജോലി ചെയ്യുക. അനുരാധ അസലായിട്ട് ജോലി ചെയ്യും, നമുക്ക് അത് മതി. ആശുപത്രി കടന്നു പോണ്ടേ? അപ്പൊ ട്രാൻസ്ഫർ ആവത്തില്ല? എന്തുവാടി ഇത് ട്രാൻസ്ഫർ ആയി? നിനക്കിപ്പോ എന്താ പ്രശ്നം? അല്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ട്രാൻസ്ഫർ ആയാ എനിക്ക് കുറച്ച് സമാധാനമാവുമായിരുന്നു. ഇപ്പൊ നിനക്കെന്താണ് സമാധാനക്കേട്? അവിടെ സമാധാനം വേണ്ട എനിക്കാണോ? ജോലി സ്ഥലത്ത് എനിക്കത് കിട്ടുന്നുണ്ട്. എന്റെ ഇച്ചായ പുതിയ സ്ഥലത്തേക്ക് മാറിയപ്പം ഇച്ചായന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്ത് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഇച്ചായൻ എപ്പോഴും പോണ പോലെ ആണോ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോണത്? ഇപ്പൊ എന്താ ചരിഞ്ഞിട്ടാണോ പോണത്? ചരിഞ്ഞിട്ടും പറഞ്ഞിട്ടൊന്നും അല്ല, ഇച്ചായന്റെ രൂപത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാ മാറ്റം വന്നിട്ടുണ്ടെന്നാ? എന്താ? കാണിക്കേണ്ടവരെ കാണിക്കാനുള്ള വ്യഗ്രത അത് ഇച്ചായൻ ഇപ്പൊ നല്ല പോലെ ഉണ്ട്. നിനക്ക് നല്ല ഭാഷാശുദ്ധി വന്നിട്ടുണ്ട് കേട്ടോ, പ്രാസം വെച്ചൊക്കെ പറയുന്നുണ്ട്. എന്തോന്ന് കാണിക്കാനാണ്? ആരെ കാണിക്കാൻ? ആരെ കാണിക്കാനെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ആ പൂതനേനെ. ഏത് പൂതന? അനുരാധ. നിനക്ക് എന്നാത്തിന്റെ കേടാടി? നിനക്ക് ചൊറിച്ചിലുണ്ടോ? എന്ത്? ഞാൻ അവളുടെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിനെ പറ്റി പറയുമ്പോ ഈ ചാൻ ഇത്ര രോക്ഷാകുലനാവേണ്ട കാര്യം എന്താ? അവൾക്ക് ട്രാൻസ്ഫർ കൊടുക്കേണ്ട ആള് ഞാനല്ല, അതുകൊണ്ട്. ഓ, അല്ലാതെ അവള് ട്രാൻസ്ഫർ ആയി പോണേന്റെ സങ്കടം കൊണ്ടല്ല. ആലിസ, നീ എന്റെ മേടിക്കും കേട്ടോ. കാള വാല് പൊക്കുമ്പോഴേ അറിയാം മോനെ. കാള വാല് പൊക്കുമ്പോഴേ അറിയുന്നത് നമ്മളാണ്, നിങ്ങളല്ല കേട്ടോ. നിന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നത് വെറ്റിനറി ഡോക്ടറായ എനിക്കാ. നീ ആക്ച്വലി ആശുപത്രിയെ കുറിച്ച് അറിയാനോ ദിവാറിനെ കുറിച്ച് അറിയാനോ ഒന്നും അല്ലല്ലോ ചോദിച്ചത്. നിന്റെ ഉദ്ദേശം എന്തുവായിരുന്നു? അനുരാധയെ കുറിച്ച് അറിയാനല്ലേ? നിനക്ക് എന്തിന്റെ കേടാടി? എന്തിന്റെ കേടാണെന്നൊക്കെ ചോദിച്ചാൽ അറിയും. എന്നെ അധികം കേട് വരുത്താതെ. ഇനി നീ ആശുപത്രിയെ കുറിച്ച് ചോദിക്കരുത്. ആശുപത്രി എന്റെ പ്രൊഫഷനാണ്, അവിടെ ഉള്ളത് അവിടെ മാത്രം. നിനക്ക് വീട്ടുകാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്ക്, ഇല്ലേ നീ സംസാരിക്കണ്ട. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ വീട്ടുകാര്യങ്ങൾ? മിണ്ടരുത് നീ. അടിച്ചു വരാനുണ്ടെങ്കിൽ അടിച്ചു വരും. അടുക്കളയിൽ വന്ന എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. അടിച്ചു വരും. ഇവിടെയുള്ള വേസ്റ്റ് ഒക്കെ എടുത്ത് കളയണം, നിന്നെ ഉൾപ്പെടെ.
അയ്യോ, അനുരാധയുടെ കാര്യം പറഞ്ഞപ്പോ എന്തോ ഒരു മാറ്റം. വലിയ കാര്യം പറയാനായിട്ട് വന്നത്. മാഷെ നമസ്കാരം. 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 എന്താ രാവിലെ? എനിക്ക് ഡോക്ടറുടെ ഒരു സഹായം വേണം. എന്താ മാഷെ? വീട്ടുടമസ്ഥനോട് തന്റെ വാടകക്കാർ മാന്യമായി പെരുമാറിയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞു തരണം. അയ്യോ, ഞങ്ങൾ മാന്യമായിട്ടല്ലേ ഇടപെടുന്നത്? നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ഈ നാട്ടിൽ വേറെയും വീടുകൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നിലാണ് നിങ്ങളുടെ മൃഗാശുപത്രിയിലെ ജീവനക്കാരിയ അനുരാധ താമസിക്കുന്നത്. അനുരാധയ്ക്ക് എന്താ പ്രശ്നം? അവൾക്ക് പ്രശ്നമേ ഉള്ളൂ. 2 വർഷം മുമ്പാണ് എന്റെ മരുമകൻ ഓമനക്കുട്ടൻ ജോലിയുള്ള 3 സ്ത്രീകൾക്ക് ഈ വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കുന്നത്. അവർ 3 പേരും മര്യാദക്കാരായിരുന്നു. വീട് വൃത്തിയായി സൂക്ഷിക്കും, വാടക കൃത്യമായിട്ട് തരും, എന്നോട് വളരെ മാന്യമായി പെരുമാറും. അതിലൊരാൾ മാറിപ്പോയപ്പോഴാണ് പകരം ഈ അനുരാധ വന്നത്. അവൾ വന്നതോടെ ആകെ പ്രശ്നമായി. അവൾക്കെന്നും പരാതിയാണ്. വീട് വൃത്തിയില്ല, പൈപ്പിൽ വെള്ളം വരുന്നില്ല, കറണ്ടില്ല, വീടിന് ചോർച്ചയുണ്ട് എന്നും പറഞ്ഞ ആകെ പരാതിയാണ്. മര്യാദക്കാരായി കഴിഞ്ഞ ആ 2 സ്ത്രീകളെ അവൾ എനിക്കെതിരെ തിരിച്ചു. അത്രക്ക് ഭയങ്കരയാണോ? വാടക കൂട്ടി തരാതിരിക്കാൻ വേണ്ടി അവൾ എടുക്കുന്ന ഓരോ അടവുകളാണെന്നാണ് എന്റെ സംശയം. ഗതികേടുകൊണ്ട് എനിക്ക് സഹിക്കേണ്ടി വരുന്നു. അല്ല, പരാതി ജെനുവിനാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റുമോ മാഷെ? അല്ല, എന്റെ തോന്നല് പരാതി പറയാൻ വേണ്ടി അവൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നാണ് എന്റെ സംശയം. ആയിരിക്കും, അവൾ അങ്ങനെയൊക്കെ ചെയ്യും. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഈ കൂടെ ഉണ്ടായിരുന്ന 2 സ്ത്രീകൾ മാറിപ്പോയി. അപ്പൊ ഞാൻ ഇവിടെ അവിടെ ഒന്ന് ഒഴിപ്പിക്കാമെന്ന് കരുതി. അപ്പൊ കാണാൻ അവൾ പോയി വേറെ 2 സ്ത്രീകളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ഇതിൽ ഞാനിപ്പോ എന്താ വേണ്ടേ? അനുരാധയെ ഒന്ന് ഉപദേശിക്കണം. പ്രായമായവരോട് മാന്യമായി സംസാരിക്കാൻ പറയണം. ഉദാഹരണത്തിന് ഇന്നലെ നടന്നൊരു സംഭവം ഞാൻ പറയാം. മാഷേ, ഡെയിലി രാവിലെ വീട്ടിൽ കയറി വന്നിട്ട് വാടക കൂട്ടി തരണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊടുത്ത് വാങ്ങിയ വീടാണ്. ഇവിടെ താമസിക്കണമെങ്കിൽ എനിക്ക് വാടക തരണം. അല്ല, ഇത് എവിടത്തെ ന്യായവാ? ആദ്യം ഒരു വാടക പറഞ്ഞിട്ട് പിന്നെ ആഴ്ചയിൽ കൂട്ടി തരണമെന്ന് പറഞ്ഞാ അതൊന്നും നടക്കത്തില്ല. ഞാൻ ഈ വാടകയിൽ ഈ 2 വർഷം കൂടി ഇവിടെ തന്നെ നിൽക്കും. ഓഹോ, അത് ശരി. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ 3 പേരില്ലേ? അതുകൊണ്ട് 3 പേർക്കും ജോലിയുണ്ട്. ഒരാൾ 250 രൂപ വെച്ച് കൂട്ടി തരണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അനുരാധയ്ക്ക് മാസം എത്ര രൂപ ശമ്പളം കിട്ടുമെന്നൊക്കെ എനിക്ക് അറിയാം. എന്റെ ശമ്പളത്തിന്റെ കാര്യമൊന്നും മാഷ് നോക്കണ്ട. ഞാൻ നല്ല അന്തസ്സായിട്ട് പണിയെടുത്തിട്ടാ ശമ്പളം വാങ്ങുന്നത്. എന്തോന്ന്, രാവിലെ ഉടുത്തൊരുങ്ങി മൃഗാശുപത്രി ചെന്നിരിക്കും, വൈകുന്നേരം ആകുമ്പോ തിരിച്ചു വരും. ഇതല്ലേ ജോലി? കൂടുതൽ വർത്താനം പറഞ്ഞ് അലമ്പാക്കാൻ നിൽക്കല്ലേ. ഇവിടെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ മാഷിനെ ഇങ്ങോട്ട് കാണാറില്ലല്ലോ. ആ അടുക്കളയിൽ ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? എന്നിട്ട് മാഷ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ആ ചോർച്ച ഉള്ളിടത്ത് ഒരു ബക്കറ്റ് എടുത്ത് വെക്കുക. വെള്ളം നിറയുമ്പോ എടുത്തുകൊണ്ട് കളയുക. എന്നിട്ട് ആ ബക്കറ്റ് അതേ സ്ഥാനത്തിന് തിരിച്ചും കൊണ്ടുവയ്ക്കുക. ആ ബാത്റൂമിൽ ടാപ്പിൽ വെള്ളം ഇല്ലെന്ന് പറഞ്ഞിട്ടോ? നേരത്തെ ബക്കറ്റ് വെള്ളം നിറഞ്ഞെന്ന് പറഞ്ഞില്ലേ? ആ മഴവെള്ളം എടുത്തോണ്ട് ടോയ്ലറ്റിൽ പോവുക. അയ്യേ, ആ സ്റ്റോർ റൂമിലാണെങ്കിൽ ഒരു സാധനം വെക്കാൻ വയ്യ. എലികളുടെ സംസ്ഥാന സമ്മേളനം അവിടെ. അതിന് 2 പൂച്ച വാങ്ങിച്ചു നിർത്തിയാൽ മതി, അപ്പൊ പ്രശ്നം തീരും. ദിമാഷി, ഇതൊന്നും കൊണ്ട് വല്ല പറയിപ്പിക്കരുത് കേട്ടോ. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ 1 രൂപ പോലും വാടക കൂട്ടി തരത്തില്ല. അപ്പോ വാടക കൂട്ടി തരാൻ പോകുന്നില്ല. ഇങ്ങനെയാണോ സ്ത്രീകൾ പെരുമാറേണ്ടത്? ആലീസും ഒരു സ്ത്രീയല്ലേ? അവരെന്ത് മാന്യമായിട്ടാ പെരുമാറുന്നത്? അത് പിന്നെ അങ്ങനല്ലേ മാഷെ, അതിനെ നല്ല കുടുംബത്തിൽ പിറക്കണം. ഈ അനുരാധയോട് താമസിക്കുന്ന വേറെ 2 പേര് ആരൊക്കെയാന്നാ പറഞ്ഞത്? 2 സ്വഭാവക്കാരാ. ഒന്നാമത്തെ ആൾ സൂസൻ, വക്കീലാണ്. ഏതോ ഒരു വലിയ അഡ്വക്കേറ്റിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്നു. അനുരാധയെ പോലെ തന്നെ അവരും കല്യാണം കഴിച്ചിട്ടില്ല. ഇതാരും ലംബകരം മാഷോ? എന്താണ് നിന്നളഞ്ഞ? എന്താ മാഷേ? അല്ല, സൂസൻ ഇവിടെ ഉള്ളപ്പോ പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിന് മാഷ് അതിൽ ഉൾപ്പെട്ടില്ലല്ലോ. എന്താ, ഞാൻ പുരുഷനല്ലേ? മാഷ് ഈ വീടിന്റെ ഹൗസ് ഓണർ അല്ലേ? ഓണർ എങ്ങനെ ഇങ്ങോട്ട് വരാൻ പാടില്ല നമ്മൾ പറയുന്നേ? അല്ല, വാടക കൂട്ടിത്തരണ കാര്യം എന്തായി? അത് ഞാൻ തരില്ല എന്ന് പറഞ്ഞായിരുന്നു. അല്ല, 250 രൂപ കൂട്ടിത്തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 150 രൂപയെങ്കിലും കൂട്ടി തന്നൂടെ? മാഷേ, ഇനി ഇതും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുത്. അനുരാധ പറയുന്ന പോലെയല്ല, അവള് പറയത്തേ ഉള്ളൂ. എനിക്ക് പലതും ചെയ്യാൻ അറിയാം. എന്ത്? അല്ല, സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി അതിക്രമം കാണിച്ചാലേ വീട്ടുടമസ്ഥന്റെ പേരിൽ കേസ് കൊടുക്കാം. അതുമാത്രമല്ല, സ്ത്രീകളെ അപമാനിക്കൽ, പുലഭ്യം പറയൽ, എന്തിന് ബലാത്സംഗം വേണമെങ്കിലും ഈ വകുപ്പിൽ പെടുത്താം. ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ചെലവുകളും ഉണ്ടാവില്ല. അല്ല, ഇതിനൊക്കെ തെളിവുണ്ടോ? അതൊക്കെ കോടതിയിൽ കേസ് വരുമ്പോഴല്ലേ. അതിനു മുന്നേ എന്തോരം പരിപാടികളുണ്ട്. അറസ്റ്റ്, റിമാൻഡ്, ചപ്പ് ചവർ, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. മാഷിനെ കുറഞ്ഞതൊരു 90 ദിവസമെങ്കിലും ഞാൻ അകത്ത് കിടത്തിക്കും. ഈ പുരുഷവർഗത്തിൽപ്പെട്ട ഒരുത്തിനെങ്കിലും ജയിലിൽ കിടത്താൻ പറ്റിയ
എന്റെ ഈ ജന്മം അങ്ങ് സഫലമാവും. എന്റെ ദൈവമേ, ഇത് എന്തൊരു ജന്മം. വക്കീലന്മാർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കരുതെന്ന് പലരും എന്നോട് പറഞ്ഞതാ, ഞാൻ കേട്ടില്ല. വാടക കൃത്യമായി കിട്ടുമല്ലോ എന്ന് കരുതി കൊടുത്തതാ. അതിപ്പോ എനിക്ക് ജോലിയായി. അപ്പൊ ഈ സൂസന്റെ വീട്ടിലോട്ട് ആണുങ്ങളെ ഒന്നും കേറ്റൂലേ? ഇല്ലെന്നേ. എന്റെ അതിശയം അതല്ല, ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ പെമ്പിള്ളേരുണ്ടോ? പെണ്ണുങ്ങളായാലേ ഇങ്ങനെ വേണം. പക്ഷെ മൂന്നാമതായിട്ട് അവിടെ താമസിക്കുന്നവരാ? അതൊരു അംബിക, വില്ലേജ് ഓഫീസിലാ ജോലി. കുറച്ച് മുതിർന്ന സ്ത്രീയാ. കല്യാണം കഴിച്ചതായിരുന്നു, വേർപിരിഞ്ഞു. ഇപ്പൊ ഫുൾ ടൈം ഭക്തിയില. അംബികേ. ഓ, ഞാൻ വില്ലേജ് ഓഫീസിൽ പോയിരുന്നു. അപ്പൊ അംബിക ലീവാണെന്ന് പറഞ്ഞു. എന്താ, സുഖമില്ലേ? ഞാൻ ഇന്ന് വ്രതമല്ലേ, വ്രത ദിവസങ്ങളിൽ ഞാൻ വില്ലേജ് ഓഫീസിൽ പോവാറില്ല. അല്ല, അല്ലെങ്കിൽ എന്നാണ് പൂജയും വ്രതവും ഇല്ലാത്തത്? അല്ല, അങ്ങനെയാണെങ്കിൽ വില്ലേജ് ഓഫീസിൽ ഒരു പൂജാമുറി തുറക്കുന്നതല്ലേ നല്ലത്? അതിന് സർക്കാർ സമ്മതിക്കില്ല മാഷേ. ഭാഗ്യം. അല്ലംബികെ, ഈ പൂജയും പ്രാർത്ഥനയൊക്കെ വീട്ടിനകത്താക്കുന്നതല്ലേ നല്ലത്? വീടിനകത്താവുമ്പോ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. പുറത്താകുമ്പോ നല്ല കാറ്റും വെളിച്ചവും ഇല്ലേ? അല്ല, ഇവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ പുറത്തോട്ട് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കില്ലേ? എനിക്ക് ഭ്രാന്താണെന്നല്ലേ വിചാരിച്ചോട്ടെ. ഈശ്വരനല്ലാതെ വേറെ ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു കുന്തുമില്ല എന്റെ മാഷേ. എന്റെ വാടകയുടെ കാര്യം എന്തായി? അത് ഞാൻ തന്നല്ലോ. അതല്ല, വാടക കൂട്ടിത്തരണ കാര്യം എന്തായെന്ന്. അത് നടക്കില്ല എന്ന് അനുരാധയും സൂസനും പറഞ്ഞതല്ലേ. പറ്റത്തില്ലല്ലോ, എനിക്ക് വാടക കൂട്ടി കിട്ടിയേ പറ്റൂ. മാഷേ, ഈശ്വരനെ മാത്രം വിചാരിച്ചിരിക്കുന്ന ഞാൻ, അതും വ്രതമെടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇതുപോലെ എന്നോട് സംസാരിക്കുന്നത് വളരെ പാപമല്ലേ മാഷേ? മാഷ് തിരിച്ചു പോകുന്ന സമയത്ത് വല്ല പാണ്ടിലോറിയോ കാറോ എങ്ങാനും മാഷയുടെ നെഞ്ചത്ത് കൂടെ കേറി ഇറങ്ങി ചതഞ്ഞരഞ്ഞു പോകുന്നത് കാണാൻ എന്നെ കൊണ്ട് വയ്യ മാഷേ. ഈശ്വരാ, ഞങ്ങളുടെ മാഷിന് നല്ലത് മാത്രം വരുത്തണേ, ആയുസ്സും ആരോഗ്യം കൊടുക്കണേ. നമോ നാരായണായ. എന്നാ മാഷ് അങ്ങോട്ട്. കൊള്ളാം, 3 തരത്തിലുള്ള 3 സ്ത്രീകൾ. മാഷ് കുറച്ച് പാടുപെടുമല്ലോ. ഈ അനുരാധയാണ് അവരുടെ ലീഡർ. അവള് പറയുന്നതൊക്കെ മറ്റുള്ളവർ കേൾക്കും. അവളാണെങ്കിലോ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ഡോക്ടർ ആകുമ്പോ അവളുടെ മേലുദ്യോഗസ്ഥനാണല്ലോ. ഡോക്ടർ പറഞ്ഞ അവള് കേൾക്കും. ഡോക്ടർ, എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണം. ഞാൻ എന്ത് പറയാനാ? ഈ ചാനൊന്നും പറയാനൊന്നും നിൽക്കണ്ട. ഓഫീസിലെ കാര്യവും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൂട്ടി കൊടുക്കണ്ട, ഒന്നും ശരിയാവത്തില്ല. പിന്നെ മാഷേ, ഈ വാടകക്കാരുടെ കാര്യമൊക്കെ വീട്ടുടമസ്ഥൻ നോക്കിയാൽ മതി. ഒന്നും ഉണ്ടായിരിക്കേ മാഷേ. ഞാനൊന്ന് സംസാരിക്കാം. എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ നോക്കാം. ഓ, വലിയ ഉപകാരം ഡോക്ടറെ. ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ഇച്ചാൻ എന്താ ചെയ്യാൻ പോണത്? ഈ പാവം മാഷിനെ ദ്രോഹിക്കുന്ന ആ അഹങ്കാരി എടുത്ത് ഇച്ചാൻ സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാ? ഒന്നും അല്ലെങ്കിലും അങ്ങനെയുടെ പ്രായമെങ്കിലും നോക്കണ്ടേ? എന്തു ആലോചിക്കുന്ന? ഞാൻ ചുമ്മാ പഴയ ചില കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. പാവം മാഷ്, പ്രായം, എന്തൊക്കെയാണ്. ഓ, എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ സമാധാനമായി. ഏത് കാര്യത്തില്? ഓരോ ഉടായിപ്പ് ന്യായം പറഞ്ഞ് ഇച്ചാൻ അവരുടെ വീട്ടിലോട്ട് ചെല്ലത്തില്ലല്ലോ. അവിടെ ആ സൂസന്നെ ഉണ്ട്, അഡ്വക്കേറ്റ്. ഇച്ചാൻ അങ്ങോട്ട് ചെന്നാ കാൽ അവള് തല്ലി ഓടിക്കും. ദിവാകരൻ ചേട്ടാ, ഇത് ഈ ഫയൽ ഡിസ്ട്രിക്ട് ഓഫീസിൽ കൊടുക്കാനുള്ളതാ. മറന്നു പോകാതെ കൊടുക്കണം. ആൾക്കാർ താറാവിനും കോഴിക്കും വരുന്നുണ്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞേക്കണേ. അനുരാധയ്ക്ക് ചായ വേണോ? ഓ വേണ്ട. ഉഴുന്നുവട വേണ്ട ചേട്ടാ. അല്ല, എന്തായാലും ഞാൻ ചായ കുടിക്കാനായിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഒരു ചായ മേടിച്ചോണ്ട് വരാൻ എന്നാ ചേട്ടൻ കുടിച്ചോ, എനിക്ക് വേണ്ട. അല്ല, പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ നല്ല പപ്പടപോളിയുണ്ട്, 2 പാഴ്സൽ എടുപ്പിക്കട്ടെ? എനിക്കൊന്നും വേണ്ട ചേട്ടാ. ഈയിടെയായിട്ട് അനുരാധയ്ക്ക് നമ്മളോടൊന്നും വലിയ മൈൻഡ് ഒന്നും ഇല്ല. എന്ത് മേടിച്ചെന്നാലും വേണ്ടെന്നേ പറയത്തുള്ളൂ. ദിവാകരൻ ചേട്ടാ, എനിക്ക് വാങ്ങി തരാന്ന് പറഞ്ഞതൊക്കെ ആ ബിലാസിനെ ചേച്ചിക്ക് മേടിച്ചു കൊടുത്തിരുന്നെങ്കിലേ അവരിപ്പോ വീട്ടിൽ ഇരുന്നേനെ. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ മൂദേവിയുടെ കാര്യം എന്തിനാ നിങ്ങൾ പറയുന്നത്? കംപ്ലീറ്റ് മൂടുന്നു.
ഡോക്ടർ വന്നെന്ന് തോന്നണം. ഞാനിപ്പോ വരാവേ. ഡോക്ടർ വന്നാ പറഞ്ഞില്ല, പുള്ളിയാണ് മൈൻഡ് ചെയ്യത്തുമില്ല. 24 മണിക്കൂർ മൈൻഡ് ചെയ്യുന്ന എന്നെ നമുക്ക് വേണ്ടതല്ല. ലോകത്തിന്റെ ഒരേ പോക്ക്. ഡോക്ടർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ, ഞാൻ അനുരാധയെ വിളിക്കാനിരിക്കുകയായിരുന്നു കേട്ടോ. മാഷ് രാവിലെ വീട്ടിൽ വന്നിരുന്നു. അനുരാധയെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറഞ്ഞു. അയാളത് പറയും. നല്ല അടിയുടെ കുറവ് അയാൾക്ക്. എന്റെ ഡോക്ടർ ഒരു വീട് വാടകയ്ക്ക് തന്നിട്ട് ഇങ്ങനെ ഒരു ശല്യം ഉണ്ടോ? എന്നും രാവിലെ വീട്ടിൽ കയറി വരുമെന്ന്, എന്നിട്ട് ഇല്ലാത്ത കുറ്റങ്ങളും ഇല്ല. എന്നോടും അങ്ങനെയൊക്കെ തന്നെ. ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ആലീസോട് സ്ഥിരം ഉടക്കം. ഡോക്ടർ നോക്കിക്കോ, ഞാനൊരു ദിവസം അയാൾക്ക് എന്തെങ്കിലും കലക്കി കൊടുക്കും. നമ്മൾ എന്തെങ്കിലും പരാതിയായിട്ട് ചെന്നാൽ അയാൾ മൈൻഡ് ചെയ്യത്തില്ലെന്നേ. സ്റ്റോർ റൂമിൽ എലിയുടെ ശല്യം ഉണ്ടെന്ന് പറയുമ്പോൾ അയാൾ പറയാ 2 പൂച്ചയെ വാങ്ങി തരാന്ന് വളർത്താൻ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പോണ്ട. നമുക്ക് ആവശ്യം എന്താ? മനസമാധാനം അല്ലേ? ഡോക്ടർ മനസ്സമാധാനമായിട്ടിരുന്നോ? എനിക്ക് ഡോക്ടർ അത്ര ക്ഷമയൊന്നുമില്ല. ഡോക്ടർ നോക്കിക്കോ, അയാൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. സാധിച്ച് മടുത്തുന്നേ. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി അനുരാധയുടെ ഇഷ്ടം. പിന്നെ ഡോക്ടറെ വേണ്ടേ, ഇങ്ങോട്ട് നോക്കി. ഈ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാവോ? കൊള്ളാം. എനിക്കറിയാമല്ലോ ഡോക്ടർക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന്. ഇതുപോലത്തെ ഞാൻ വേറെ 2 മേടിച്ചിട്ടുണ്ട്. ആണല്ലേ? രാവിലെ സൂസനെയും പറഞ്ഞായിരുന്നു എന്ത്? ഇത് ഡോക്ടർക്ക് ഇഷ്ടപ്പെടുമെന്ന്. നാളെയും മറ്റന്നാളുമായിട്ട് അഡ്രസ് ഇടാവേ. ഇപ്പോ അനുരാധ പോ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ചെല്ലണ്ട പ്ലീസ്. കർത്താവേ, എന്നെ കാത്തോണേ. മാഷിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി. എങ്ങനെയും നമ്മളെ നാറ്റിക്കുക. അപ്പൊ സഹിയായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം. ഇന്നിപ്പോ രാവിലെ ആ ഡോക്ടറിന്റെ വീട്ടിൽ പോയിട്ട് എന്നെ പറ്റി എന്തൊക്കെ അനാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനില്ലാത്ത നേരം നോക്കി ചിലപ്പോൾ ആശുപത്രിയിൽ വന്നിട്ട് എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. അത് കഴിഞ്ഞ് നിന്റെ വക്കീൽ ഓഫീസിൽ പോയിട്ട് മറ്റുള്ള വക്കീലന്മാരോട് നിന്നോട് നിന്നെ പറ്റിയും പറയും. അയ്യോ, അയാൾ അതും ചെയ്യൂടി. നീ നാണം കെടുകയും ചെയ്യും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടേ അംബിക ചേച്ചിയുടെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് അംബിക ചേച്ചിയെ കുറിച്ചും പറയും. ഷേ, അംബിക ചേച്ചി ഇപ്പൊ എന്ത് പറയാനാ? 24 മണിക്കൂറും പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ആ പാവത്തിനെ പറ്റി എന്ത് പറയാൻ? ആര്? അംബിക ചേച്ചി. എടി, നീ അംബിക ചേച്ചിയെ കുറിച്ച് ഒന്നും പറയാനില്ലെന്നാണോ പറയുന്നേ? അംബിക ചേച്ചി, അംബിക ചേച്ചി ഇരിക്ക്. ആ ലംബോദരൻ മാഷ് ഇന്നിവിടെ കാണിച്ചു കൂട്ടി അക്രമമൊക്കെ ചേച്ചി അറിഞ്ഞായിരുന്നോ? ആ ഡോക്ടറിന്റെ വീട്ടിൽ രാവിലെ ചെന്നിട്ട് എന്നെ കുറിച്ച് എന്തൊക്കെയോ അനാവശ്യം പറഞ്ഞിരിക്കുന്നു. ഇന്ന് മിണ്ടാവരുത്, വാ തുറക്കില്ല, പറഞ്ഞിട്ടൊരു കാര്യമില്ല. ചേച്ചി ചെല്ല് ചെല്ല്, പോയിരുന്നു പ്രാർത്ഥിച്ചു. ചുമ്മാതല്ല ഇവരുടെ ഭർത്താവ് ഇവരെ കളഞ്ഞിട്ട് പോയത്. എല്ലാ ദിവസവും വ്രതം തന്നെ. അയാൾ രാവിലെ ഒന്ന് എന്തെങ്കിലും മിണ്ടാൻ വേണ്ടി പോയാൽ മിണ്ടാവ്രതം എന്ന് പറയും. ഉച്ചയ്ക്ക് ആഹാരം ചോദിച്ചാലോ ഉണ്ണാവ്രതം എന്ന് പറയും. എന്നിട്ട് ആ പാവം മനുഷ്യൻ രാത്രി ഒന്ന് ഉറങ്ങാൻ വേണ്ടി ചെന്ന് കിടന്നാൽ തൊടാവ്രതം എന്ന് പറയും. പിന്നെ എങ്ങനെ ഒരാൾ സഹിച്ച് ഇവരുടെ കൂടെ നിൽക്കും? അത് ശരിയാ. ഇങ്ങനെ ഒരാളെ നീ കുറ്റം പറയാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പോ പറഞ്ഞത് നല്ലതാണോ? അത് നീ വിശ്വസിച്ചില്ലേ? എന്നാലും ഇങ്ങേരൊന്നും മെരുക്കിയെടുക്കാൻ എന്താ ഒരു വഴി? വഴിയൊക്കെ ഉണ്ട്, പക്ഷേ അംബിക ചേച്ചി ഒന്ന് സഹകരിക്കണം. അതെങ്ങനെ? ഈ മാഷിന് നമ്മുടെ അംബിക ചേച്ചിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അത് നമുക്കങ്ങ് ഉപയോഗിക്കണം. എങ്ങനെ? സൂസന്നെ, നീ വരുന്നുണ്ട്. ഇന്നാണ് പറ്റിയ ദിവസം. അതിന് അംബിക ചേച്ചി മൗനവ്രതത്തിലല്ലേ? ഇതിനൊക്കെ മൗനവ്രതമാണ് നല്ലത്. അതെങ്ങനെ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഒരു 5 മിനിറ്റ് ഈ സാധനത്തിനൊന്ന് ഹാൻഡിൽ ചെയ്താൽ മതി. ഇതിലെയോ? ആ, പിടിച്ചു നിൽക്ക്. എനിക്കകത്തേക്ക് വരാമോ? മാഷിന് വരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കേറി വാ. അംബിക ചേച്ചി അല്ലാതെ ഇപ്പൊ വരും. ചേച്ചി മിണ്ടട്ട, ഞാൻ പറയുന്നത് കേട്ടാ മതി.
ലംബോദര മാഷ് വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കുമ്പോൾ ചേച്ചി ഒന്ന് അങ്ങോട്ട് വരണം. പിന്നെ മാഷ് എന്ത് ചോദിച്ചാലും ചേച്ചി മിണ്ടണ്ട, തല ഇങ്ങനെ ആട്ടിയാൽ മതി. പിന്നെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. മിണ്ടണ്ട, ഓക്കെ അല്ലേ? ഞാൻ വിളിക്കുമ്പോൾ വരണേ. വരുമല്ലോ അല്ലേ? ഓക്കെ. മാഷിരിക്കി. മാഷിന് ഞാനൊരു ചായ എടുക്കട്ടെ? വേണ്ട, അന്യ വീടുകളിൽ നിന്നും ഞാൻ ചായ കുടിക്കാറില്ല. പ്രത്യേകിച്ച് ഇവിടെ നിന്നാകുമ്പോ. നിങ്ങൾ അതിൽ എന്തൊക്കെയാ കലക്കി തരുന്നത് ആർക്കറിയാം? അതെന്തൊരു വർത്താനമാ മാഷേ. മാഷിനോട് ഞങ്ങൾ അങ്ങനെ ചെയ്യൂ? നിങ്ങൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. 19 വയസ്സായ ആളെന്ന പരിഗണന പോലും തരാതെ എന്നെ സ്ഥിരമായി തെക്ക് വടക്കിന് നടത്തിക്കുന്നവരല്ലേ നിങ്ങൾ? അയ്യോ, മാഷിന് 60 വയസ്സായോ? കണ്ട പറയില്ലല്ലേടി. അടവൊന്നും വേണ്ട. എന്റെ വാടക കൂട്ടി തരണ കാര്യം എന്തായി? എന്റെ മാഷെ, ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ആ അംബിക എന്ന് പറയുന്ന സ്ത്രീ എവിടെ? അവരെ കൂടി വിളിക്ക്. അംബിക ചേച്ചി പ്രാർത്ഥനയില്ല. അല്ല, അവർക്ക് ഇത് തന്നെയാണോ പണി? അയ്യോ, അങ്ങനെ പറയല്ലേ. ഈയിടെയായിട്ട് അംബിക ചേച്ചി പ്രാർത്ഥിക്കുന്നത് മൊത്തം മാഷിന് വേണ്ടിട്ടാ. ഈയിടെയായിട്ടേ അംബിക ചേച്ചിയുടെ പ്രാർത്ഥനയിലൊക്കെ മാഷിന്റെ പേര് വരും. ഞാൻ വല്ല ഇടിവെട്ടിയോ പാമ്പ് കടിച്ചോ ചാകണമെന്നായിരിക്കും. അയ്യോ, അങ്ങനെ അല്ലെന്നേ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശ്രദ്ധിച്ചതാ. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, മാഷ് വിശ്വസിക്കണം. ഇതുപോലൊരു അനുഭവമേ കഴിഞ്ഞ ദിവസം എനിക്കും ഉണ്ടായി. അംബിക ചേച്ചിയെ കുറ്റം പറയാൻ പറ്റില്ല. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടേ 5-6 വർഷമായില്ലേ. അപ്പൊ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ചേച്ചിക്കേ അറിയൂ. അതിന് നിങ്ങളും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അയ്യോ, അതിന് ഞങ്ങളെ പോലെയാണോ അംബിക ചേച്ചി? ഞങ്ങള് ചെറുപ്പമല്ലേ. പിന്നെ അംബിക ചേച്ചിയുടെ പ്രായത്തിലുള്ള ഒരാൾക്ക് ആൺതുണയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഞങ്ങളുടെ ഒരു ഊഹമാണ്. മാഷിങ്ങനെ എല്ലാ ദിവസവും ഇവിടെ വരുവാണല്ലോ. അംബിക ചേച്ചിക്കാണെങ്കിൽ ഭർത്താവും ഇല്ല, മാഷിനാണെങ്കിൽ ഭാര്യയും ഇല്ല. പിന്നെ മാഷിനെ കണ്ടാൽ പരമയോഗ്യൻ, കാശുകാരൻ. അപ്പൊ ഏതൊരു പെണ്ണിന്റെ മനസ്സ് ഇളകി പോകും. ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചതേ ഞങ്ങളുടെ തോന്നലാന്നാ. പിന്നെ പിന്നെ ഞങ്ങൾക്ക് അതങ്ങ് ഉറപ്പായി. വേണമെങ്കിൽ മാഷ് എന്നെ അംബിക ചേച്ചിയോട് ചോദിച്ചു നോക്ക്. ഞാൻ വിളിക്കാം. അംബിക ചേച്ചി, അംബിക ചേച്ചി. പിന്നെ മാഷേ, ഇത് ഞങ്ങളാണ് മാഷിനോട് പറഞ്ഞെന്ന് പറയരുതേ. മാഷിന്റേതായിട്ടുള്ള രീതിയിൽ അങ്ങ് ചോദിച്ചാൽ മതി. മാഷേ, അപ്പോ നിങ്ങൾ സംസാരിക്കും, ഞങ്ങളിപ്പോ വരാവേ. കുട്ടികൾ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്നിട്ടെന്തേ ഇതുവരെ എന്നോട് പറയായിരുന്നത്? എങ്ങനെ പറയും അല്ലേ? ഞാൻ ഇതുവരെ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഇനി ആലോചിക്കണം. ഈശ്വരന്റെ ഓരോരോ നിശ്ചയങ്ങളെ മാഷേ, എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എങ്ങനെ പറയാനാ? ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നു ചേച്ചി മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. അപ്പൊ മാഷേ, ഇപ്പൊ നടന്നത് ഒരു പെണ്ണ് കാണലാണ്. അപ്പൊ ഇനി എന്തുവാ പരിപാടി? ഒന്നൊക്കെ ആലോചിക്കണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവരോട് ഒന്നുകൂടി സംസാരിച്ചിട്ട് പോയാലോ? അയ്യേ, എന്തൊരു ആക്രാന്തമാ മാഷേ. ചേച്ചി എന്തോ വിചാരിക്കും? മാഷ് പോയിട്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് പിന്നെ വന്നാ മതി. ആക്രാന്തം കൂടിപ്പോയല്ലേ? അപ്പൊ പിന്നെ പോട്ടെ. അപ്പൊ അന്വേഷിച്ചെന്ന് പറഞ്ഞിക്കേ. സംഗതി ഏറ്റിടി. ഇനി നമുക്ക് ഈ കളി തന്നെ കണ്ടിന്യൂ ചെയ്യാം. എത്ര നാളത്തേക്ക്? എവിടെയെങ്കിലും പേടിച്ച് നിൽക്കുമല്ലോ അതുവരെ.